إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പാലിച്ച് തഖ്വയോടെ ഈമാനോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ഏതൊരു വസ്തുവും ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ, അതിൻ്റെ തനതായ രീതിയിൽ അത് പ്രവർത്തന സജ്ജമാകണമെങ്കിൽ അതെങ്ങനെ പ്രവർത്തിക്കണമെന്ന ഒരു തിയറിയും അതിനുള്ള ഒരു പ്രാക്ടിക്കലും കൃത്യമായി ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഏതൊരു വസ്തുവും കൃത്യമായി അത് പ്രവർത്തിക്കുകയുള്ളൂ. ഈ ഭൂമിയിലെ ഏറ്റവും ഉദാത്ത സൃഷ്ടിയായ മനുഷ്യന് സൃഷ്ടിച്ച റബ്ബ് തന്നെ അവനെങ്ങനെ പ്രവർത്തിക്കണം എന്നതിന് ഒരു തിയറി നൽകിയിട്ടുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആൻ. ആ തിയറി എങ്ങനെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കണമെന്നത് ദിനേന അവന് നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഉപദേശങ്ങളും നൽകുക വഴി അത് ദിനേന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ചില പ്രാക്ടീസുകൾ, പരിശീലനങ്ങൾ ആവശ്യമാണ്. അത് ഏതൊരു കാര്യവും അങ്ങനെയാണ്. ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ രൂപത്തിൽ പരിശീലനം ആവശ്യമാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രാക്ടീസായിരിക്കും, പരിശീലനമായിരിക്കും ഉണ്ടാവുക. വർഷത്തിലൊരിക്കൽ ഒരു മാസം ശക്തമായ പരിശീലനം മനുഷ്യന് കൊടുക്കുകയാണ്. അവന് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, വിരോധിക്കപ്പെട്ട കാര്യങ്ങളൊക്കെയും അത് കൃത്യമായ രൂപത്തിലൊന്ന് പരിശീലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന മാസമാണ് റമളാൻ എന്ന് പറയുന്നത്. ഹലാലായ പല കാര്യങ്ങളും റമളാനിൻ്റെ പല സന്ദർഭങ്ങളിലായിട്ട് ഹറാമാക്കി മാറ്റി, പാടില്ല എന്ന് പറഞ്ഞു. അതവൻ എത്ര ഇഷ്ടപ്പെട്ടതാണെങ്കിലും എത്ര അനിവാര്യമായതാണെങ്കിലും അത് ഉപയോഗിക്കാൻ പാടില്ല. അതിലൂടെ അവനെ പരിശീലിപ്പിക്കുകയാണ്. മനുഷ്യൻ ഉന്നതനായതുപോലെ തന്നെ അധമനിൽ അധമനുമാകും. സുമ്മ റദദിനാഹു അസ്ഫല സാഫിലീൻ. മനുഷ്യൻ
അധമനാകുന്ന ചില പ്രത്യേക രംഗങ്ങളുണ്ട്, ചില പ്രത്യേക വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ ഇസ്ലാം ശക്തമായി തന്നെ മുന്നറിയിപ്പോടുകൂടി താക്കീത് ചെയ്യുന്നു. അള്ളാഹു പറഞ്ഞു, റബ്ബ് ഞാനാണ്, സൃഷ്ടാവ് ഞാനാണ്, സംരക്ഷകൻ ഞാനാണ്, ഖാലിക്കും റബ്ബ് ഞാനാണ്. അത് വിശ്വസിക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യന് അള്ളാഹു ചില അതിർത്തികൾ വെച്ചു, ചില പരിധികൾ വെച്ചു, ചില ഹുദൂദുകൾ വെച്ചു. അതിനപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല എന്ന് അള്ളാഹു കർശനമായി നിർദ്ദേശം കൊടുത്തു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹ് പറഞ്ഞു, ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക് വലാ തതഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ ചൊവ്വേ ജീവിക്കണം, നീയും നിൻ്റെ കൂടെ തൗബ ചെയ്ത് മടങ്ങിയ ആളുകളും. വലാ തതഗൗ, ഒരിക്കലും പരിധി ലംഘിക്കരുത്, അതിര് കവിയരുത്, വരച്ച വരക്കപ്പുറം കടക്കരുത്. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, തീർച്ചയായും അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നവനാണ്. സാമ്പത്തിക രംഗം, സാമ്പത്തിക അച്ചടക്കമില്ലായ്മ എന്ന് പറഞ്ഞാൽ ധൂർത്ത്, അത് മനുഷ്യനെ തകർക്കും, ജീവിതത്തെ തകർക്കും. അത് ശൈത്താനിൻ്റേതാണ്. ശൈത്താൻ മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. അതുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സാമ്പത്തിക രംഗത്തുള്ള ധൂർത്ത്. അത് ശ്രദ്ധിക്കണം, ആ വിഷയത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ഖുർആൻ പല സന്ദർഭങ്ങളിലായി പല ഭാഗത്തായി അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് വലാ തഖ്തുലു നഫ്സ അല്ലത്തി ഹറമല്ലാഹ്. ഓരോ ജീവനും അള്ളാഹ് പവിത്രമാക്കിയതാണ്, ഓരോ ജീവനും വിലയുണ്ട്, അതിനെ നിങ്ങൾ കൊന്നുകളയരുത്. ഈ രണ്ട് വിഷയങ്ങൾ ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായ നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളൊക്കെയും അത്തരം കാര്യങ്ങളാണ്. ഇപ്പം ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇത്തരം കാര്യങ്ങൾ, സാമ്പത്തിക രംഗത്തെ ഇത്തരം പ്രശ്നങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന കൊലപാതകങ്ങളും ആത്മഹത്യകളും ആത്മഹത്യാ ശ്രമങ്ങളും ധൂർത്തുണ്ടാക്കുന്ന അപകടങ്ങളും കടക്കണികളും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം മാനക്കേട് സഹിച്ച് മനുഷ്യന്മാർ ജീവിക്കേണ്ടി വരുന്നതും, സമൂഹത്തിൽ എത്ര ഉന്നതനായ ആളുകളാണെങ്കിലും അവരൊക്കെയും ഒരു വീട്ടിൻ്റെ മൂലയിലേക്ക്, ഒരു റൂമിൻ്റെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരുപാട് ആൾക്കാരെ മാറ്റിയിട്ടുണ്ട്. അതൊരു ചെറിയ വിഭാഗമൊന്നുമല്ല. അവസാനപ്പോൾ നമ്മൾ കേട്ടൊരു വാർത്ത, നമ്മൾ കണ്ടത് ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരെയൊക്കെ ചുറ്റിക കൊണ്ട് അടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു മനസാക്ഷിയുള്ള മനുഷ്യന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്തരം അപകടങ്ങളൊക്കെ, ദുരന്തങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ നടക്കുന്നതും ഇത്തരം വിഷയങ്ങൾ കാരണം തന്നെയാണ്. ഇത് മനുഷ്യൻ്റെ ചരിത്രം മുതൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, മനുഷ്യനെ പടക്കുകയാണ് ഭൂമിയിലല്ല. ആദ്യമായി മനുഷ്യന്മാർ ഭൂമിയിലില്ല, ഭൂമിയിലെല്ലാമുണ്ട്, പക്ഷെ മനുഷ്യന്മാരില്ലായിരുന്നു ഭൂമിയിൽ. ഭൂമിയിൽ ഇന്ന് കാണുന്ന എല്ലാം ഭൂമിയിലുണ്ട്. ഖലഖ ലക്കും മാഫിൽ അർളി ജമിയ, എല്ലാം നിങ്ങൾക്ക് വേണ്ടി പടച്ച് റെഡിയാക്കി വെച്ചു. എന്നിട്ട് മനുഷ്യനെ പടക്കുകയാണ്. അള്ളാഹ് ഈ വിവരം മലക്കുകളോട് പറഞ്ഞപ്പം മലക്കുകൾ ചോദിച്ച ചോദ്യം, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന രക്തം ചിന്തുന്ന മനുഷ്യനെന്നാ. ആയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസ് ലക്, നിന്നെ പ്രകീർത്തിക്കാനും നിന്നെ സ്തുതിക്കാനൊക്കെ ഞങ്ങൾ പോരെന്നാണ് ചോദിച്ചത് മലക്കുകൾ. രക്തം ചിന്തുന്ന മനുഷ്യൻ. അള്ളാഹിനോട് മലക്കൾ ചോദിച്ച ചോദ്യം. അപ്പോൾ അള്ളാഹ് അതിന് കൊടുത്ത മറുപടി ഉണ്ട്. ആ മറുപടി എന്താണ്? അള്ളാഹു തആല പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയും. ആ ഇൽമ എന്താണ്? അത് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരായ നമ്മളെ അള്ളാഹു ഭൂമിയിലേക്ക് വിടുന്നത് തീക്ഷ്ണമായൊരു പരീക്ഷണത്തിന് വേണ്ടിയാണ്. നിയമങ്ങൾ നൽകി, നിർദ്ദേശങ്ങൾ നൽകുക വഴി മനുഷ്യന് ചെയ്തു പോകുന്ന, പ്രകൃതിയിൽ മനുഷ്യന് വരാൻ സാധ്യതയുള്ള പല കാര്യങ്ങളെയും അള്ളാഹു തആല താക്കീതായി പറഞ്ഞു തന്നു. ഗ്രന്ഥങ്ങൾ ഇറക്കി പ്രവാചകന്മാരെ പറഞ്ഞയച്ചു, എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം മനുഷ്യ ചരിത്രങ്ങൾ എടുത്തു നോക്കി. ആദ്യം ഭൂമിയിൽ കൊലപാതകം നടന്നില്ലേ? ഖബറടക്കണം, എങ്ങനെ ഖബറടക്കണം എന്ന് പോലും മനുഷ്യന് അറിയില്ലായിരുന്നു.
ആദ്യത്തെ ഉസ്താദ് കാക്കയാണ്. കാക്കനെ പറഞ്ഞയച്ചിട്ടാണ് കാണിച്ചു കൊടുത്തത് എങ്ങനെയാണ് പിന്നെ ഈ കൊന്ന മയ്യത്തിനെ കബറടക്കുക എന്ന്. അതുപോലെ അറിയില്ലായിരുന്നു മനുഷ്യന്. അതിനുശേഷം മനുഷ്യൻ്റെ ചരിത്രം ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം ഈ രണ്ട് കാര്യങ്ങൾ, അധികാരം, സമ്പത്ത്, അതോടൊപ്പം ദൂർത്ത്, പൊങ്ങച്ചം, കൊലപാതകം, ഇതൊക്കെ അങ്ങനെ തുടർന്ന് വരുന്നത് കാണാം. ഫിർഔനിൻ്റെ അടുക്കലേക്ക് മൂസാ നബിയോട് പോകാൻ പറഞ്ഞു. എന്തിനാ പോകാൻ പറഞ്ഞത്? ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു ത്വഗ. നേരത്തെ മൂസാ നബിയോട് അള്ളാഹ് പറഞ്ഞല്ലോ ഫസ്തഖിം കമാ ഉമിർത വലാ തത്ഗൗ എന്ന് പറഞ്ഞില്ലേ, അതിര് കവിയരുത്. ഇന്നഹു ത്വഗ, അവൻ അതിര് കവിഞ്ഞിട്ടുണ്ട് ഫിർഔൻ. എന്നിട്ട് ചോദിക്കണം ഫക്കുൽ ഹല്ലക ഇലാ അൻ തസക്ക, നന്നാകാൻ ഒരുക്കണ്ടോ? വഹദിയക ഇലാ റബ്ബിക, എങ്കിൽ എൻ്റെ റബ്ബിലേക്ക് ഞാൻ വഴി കാണിക്കാം. ഫതക്ഷ, ആ വഴി കിട്ടിയാൽ നീ പടച്ചോനെ പേടിക്കുന്നവനാകും. ഇത് ഫിർഔന് മാത്രമല്ല, എല്ലാ മനുഷ്യന്മാർക്കും കിട്ടേണ്ട തസ്കിയത്തിൻ്റെ രൂപമാണ് ഈ പറഞ്ഞത് അല്ലാഹു തആല. ഫിർഔൻ എന്താ ചെയ്തത്? ഖുർആനിൽ ആവർത്തിച്ചല്ല പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് പറഞ്ഞു യുഖത്തിലൂന അബിനാഅക്കും, ജനിക്കുന്ന ആൺകുട്ടികളൊക്കെ കൊന്നൊടുക്കി. വേറെ സ്ഥലത്ത് പറഞ്ഞത് യുദബ്ബിഹൂന അബിനാഅക്കുന്ന, അറുകോലം നടത്തിയ. ഒന്ന് യുഖത്തിലൂനാണ്, രണ്ട് യുദബ്ബിഹൂനാണ്, അറുക്കുക, ആൺകുട്ടികളെ അറുക്കുക. മറ്റേത് വേറൊരു പ്രയോഗം കൊല്ലുക എന്നാണ്. ഇതാര് നടത്തിയതാണ്? ഫിർഔൻ നടത്തിയതാണ്. അതിനുശേഷം ഇങ്ങോട്ട് വന്നാൽ അതൊക്കെ കാണാം. റസൂലുള്ളാഹിന്റെ കാലത്ത് എന്താ അവസ്ഥ? ഖുർആൻ ആയത്തിറങ്ങി വലാ തഖ്തുലു ഔലാദക്കും, കുട്ടികളെ കൊല്ലരുത്, ദാരിദ്ര്യം ഭയന്ന് കുട്ടികളെ കൊല്ലരുത്. ഫിർഔൻ ആൺകുട്ടികളെ കൊന്നു, റസൂലുള്ളാഹിന്റെ കാലത്ത് പെൺകുട്ടികളെ കൊന്നു. കൊലപാതകങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ദുരഭിമാനമായിരുന്നു അവരതിലേക്കൊക്കെ നയിച്ചത്. അതുമാത്രമോ, ഇന്ന് നോക്കി നിങ്ങൾ ഒരു ചുറ്റിക കൊണ്ട് അടിച്ച് കൊന്ന ഈ 5 പേരുടെ കഥ മാത്രം പറയണ്ട. ചരിത്രത്തിലുണ്ടായ കൊലപാതകങ്ങളൊക്കെ നിങ്ങൾ നോക്കി. പല രാഷ്ട്ര തലവന്മാരും എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരെ ബോംബിട്ട് കൊന്നില്ലേ, തല പൊട്ടിച്ചിതറിയില്ലേ, എത്ര കുട്ടികളെ ക്രൂരമായി കൊന്നിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ. എന്തിനാണ്? ഒക്കെ സ്വത്തിനായിരുന്നു, സമ്പത്തിനായിരുന്നു, അധികാരത്തിനായിരുന്നു. രാഷ്ട്രത്തിൻ്റെ അതിനും കൂടി ഇങ്ങോട്ട് കിട്ടണം, ആ മുതൽ കൂടി ഇങ്ങോട്ട് കിട്ടണം, ആ അതിർത്തി കൂടി ഇങ്ങോട്ട് വരണം എന്നതൊക്കെ തന്നെയായിരുന്നു ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ടായിരുന്നത്. ഇതിങ്ങനെ വന്നിട്ടുണ്ട്. അല്ലാഹ് പറഞ്ഞു കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർറഗാ ഗുസ്തഗന, തീർച്ചയായും മനുഷ്യൻ ലയത്ഗാ, അവൻ അതിര് കവിഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട്. അർറഗാ ഗുസ്തഗന, കാരണം അവൻ എല്ലാത്തിനും സ്വയം പര്യാപ്തനായി കണ്ടത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ കാരണം. സഹോദരങ്ങളെ, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു തരം അടിപൊളി ജീവിതം വളർന്നു വരികയാണ്. ഇന്ന് അത് മാത്രമല്ല, ഈ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 21, 22, 23 വയസ്സെന്ന് പറഞ്ഞത് ഒരു ഡേഞ്ചർ പ്രായമാണ്. കാരണം എന്താണെന്നറിയോ? ഒരു പഠനമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊന്നും കിട്ടിയിട്ടില്ല, അങ്ങനെ നിൽക്കുന്നൊരു സമയമാണ്. ജീവിതത്തിൽ പലതൊപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി. പണമുള്ളവന്, പൈസ ഉള്ളവന് ഒരു നല്ല ഡ്രസ്സ് ഇട്ടാൽ ഓനത് സ്റ്റാറ്റസ് വെക്കുക. ഒരു ടൂർ, ഒരു കൂട്ടം ചങ്ങാതിമാർ ടൂർ പോവുകയാണ്, ആ പോയതുപോലെ സ്റ്റാറ്റസ് വെക്കുക. അത് സോഷ്യൽ മീഡിയയിൽ വരികയാണ്. ഇതിങ്ങനെ കാണുമ്പം അവരൊക്കെ പോകുന്നു, നമുക്ക് പോകാൻ കഴിയുന്നില്ല. ഒരു തരം പ്രയാസകരമായ അവസ്ഥ മനസ്സിലേക്ക് വരും. ശ്രദ്ധിക്കണം രക്ഷിതാക്കൾ. ആ പ്രായത്തെ അള്ളാഹ് പറഞ്ഞു വലാ തുഖ്തു സുഫഹാ അംവാലുക്കും, നിങ്ങൾ ധനം അങ്ങനെ കൈവിട്ട് കൊടുക്കരുത് സുഫഹാകൾക്ക്. അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, അള്ളാഹ് അത് നിലനിൽപ്പിന് ആധാരമാക്കി വെച്ചതാ. വർസുഖുഹും വയക്സുഹും, നിങ്ങളും ആ 23, 21 പഠനം കഴിഞ്ഞ് നിൽക്കണ, ജോലി കിട്ടാത്ത പ്രായത്തിൽ ആ മക്കൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, അതൊക്കെ വാപ്പാൻ്റെ രക്ഷിതാക്കൾ ഉത്തരവാദിത്തം, അവരത് ചെയ്യണം. അവർ വേറെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, റാഹത്ത്, നല്ലതാണ്. പക്ഷെ ആ പ്രായം പലപ്പോഴും വഴി തെറ്റാൻ സാധ്യതയുള്ള ഒരു വിഷയമായിട്ട് തന്നെ നമ്മളത് കാണുന്ന സ്റ്റാറ്റസും ഈ റീൽസും ഇതൊക്കെ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് വളരെ പ്രധാനം തന്നെയാണ്. അള്ളാഹു സൂറത്ത് മുഅ്മിനൂനിൽ ചോദിക്കുന്നുണ്ട് അയഹ്സബൂന അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ നുസാരിഉ ലഹും ഫിൽ ഖൈറാത്തി ബൽ ലാ യശ്ഉറൂൻ. നിങ്ങൾക്ക് കുറേ മക്കളും കുറേ മുതലൊക്കെ തന്നത് അള്ളാഹു നിങ്ങൾക്ക് എന്തൊക്കെയോ കുറേ ഹൈറ് കാണിക്കാൻ, ധൃതി കാണിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നാൽ അങ്ങനെയല്ല, പലപ്പോഴും നിങ്ങൾക്കത് അറിയില്ല എന്നാ. കാരണം ഇത് രണ്ടും വളരെ ശക്തമായ പരീക്ഷണം തന്നെയാണ്. ഇത് കൂടുതൽ ബോധ്യപ്പെടുന്നൊരു കാലത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ, ചിലവഴിക്കുമ്പോൾ ഒരു മധ്യമ നിലപാട്,
ദൂർത്തടിക്കാനും കൊടുക്കേണ്ട, പറ്റ പിശുക്കും കാണിക്കേണ്ട, ആവശ്യത്തിന് കൊടുക്കാതിരിക്കും വേണ്ട. അതിനിടയിലുള്ള ഒരു മാർഗം സ്വീകരിക്കണം. അത് റഹ്മാനായ റബ്ബിൻ്റെ അടിമകളുടെ സ്വഭാവം പറഞ്ഞെടുത്ത് അള്ളാഹു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാന് ഒരു ശക്തമായ പരിശീലനമാണ്, അതൊരു നിർബന്ധിത പരിശീലനമാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പിന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച പല സംഗതിയും തുടങ്ങാൻ കഴിയില്ല. ഇപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും നാളെ മുതൽ ഒന്ന് നടക്കാൻ തുടങ്ങണം, ചില ആൾക്കാർ വിചാരിക്കും നാളെ മുതൽ ഡയറ്റാണ്, ഇനി ഭക്ഷണമൊക്കെ ഒന്ന് ക്രമീകരിക്കണം. അങ്ങനെ ആ നാളെ നീണ്ട് പോയിട്ടുണ്ട്, പലപ്പോഴും തുടങ്ങിയിട്ടില്ല എന്നേ വരെ, അല്ലേ, നാളെ എന്ന് പറഞ്ഞത്. എന്നാൽ നിർബന്ധിതമായ ഒരു ഡയറ്റ്, നിർബന്ധിതമായൊരു പരിശീലനം, നിർബന്ധിതമായൊരു ക്രമീകരണം, അതാണ് വർഷത്തിൽ ഒരു മാസത്തിൽ അല്ലാഹു തആല റമദാനിലൂടെ നിർവഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാം റെഡിയാകും, മനസ്സ് ശരിയാകും, അവൻ്റെ സ്വഭാവവും വാക്കും പ്രവൃത്തിയും എല്ലാം ശരിയാകും. എന്താ കാരണം? ഇന്നിപ്പോൾ നമ്മൾ കൂടുതൽ കാണുന്നൊരു സംഗതി എന്താണെന്നറിയോ? ഈ പെട്ടെന്ന് കുട്ടികൾ വയലൻ്റ് ആവുകയാണ്. ഇപ്പോൾ ഞാനൊരു ഹൈസ്കൂൾ അധ്യാപകനാണ്, എനിക്കറിയാം 8ലും 9ലും 10ലൊക്കെ പഠിക്കുന്ന 15 വയസ്സാണ്, 13, 14, 15 എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കുട്ടികളെ പറഞ്ഞ് ഉപദേശിച്ച് കൊടുത്താൽ, അല്ലെങ്കിൽ അവരെ വിളിച്ചു വരുത്തിയാൽ അത് പിന്നെ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പെട്ടെന്ന് അധ്യാപകരാന്ന് പോലും ചിന്തല്ല, അവർ പെട്ടെന്ന് വയലൻ്റ് ആകും, പെട്ടെന്ന് ചൂടാകുക, ക്ഷമ കിട്ടുന്നില്ല. ഇപ്പം നമ്മളെ നാട്ടിൽ ഈ കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ചില മോട്ടിവേറ്റർമാർ വരെ എന്താ ചെയ്യുന്നത്? ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ ചക്കക്കുരു തിന്നിട്ട് പോകുന്ന കീഴ്ശ്വാസം പോലെയാണെന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇവരെയാണ് ഇപ്പോൾ വലിയ പൈസ കൊടുത്തിട്ട് ആൾക്കാർ സ്കൂൾക്ക് കൊണ്ടുവരണേ, പഠിക്കുന്ന കുട്ടികൾക്ക് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഉപദേശങ്ങൾ വാപ്പാർ ഉപദേശിക്കുക, അധ്യാപകർ ഉപദേശിക്കുക, കാരണവന്മാർ ഉപദേശിക്കുക, ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം പെട്ടെന്ന് പറയുമ്പോഴേക്ക് ദേഷ്യം പിടിക്കുന്നൊരവസ്ഥയിലേക്ക് വരിക. നമ്മൾ പറയും അത് തിന്നത് എല്ലുമ കുത്തിയിട്ടാന്ന് പറയും, അല്ലേ, ചില വാക്ക് അങ്ങനെ പറയാറുണ്ട്. അപ്പം നിർബന്ധിതമായ ഭക്ഷണമൊക്കെ ഒന്ന് ക്രമീകരിച്ച്, ഭക്ഷണവും ദാഹവും വിശപ്പൊക്കെ ഒന്ന് ക്ഷമിക്കാൻ പഠിപ്പിച്ച് ക്ഷമ ശീലിപ്പിക്കുക എന്നതുകൂടി നോമ്പിൻ്റെ ലക്ഷ്യം തന്നെയാണ്. ക്ഷമ 3 വിധം. 1 അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുള്ള ക്ഷമ, 2 അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലുള്ള ക്ഷമ, 3 അള്ളാഹുവിൻ്റെ വിധികളിൽ ക്ഷമിക്കാൻ കഴിയുക. ഈ 3ഉം നോമ്പുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് റസൂൽ ഈ മാസത്തെക്കുറിച്ച് ഷഹ്റു സ്വബറാണ് എന്ന് പറയാനുള്ള കാരണതാണ്. പലപ്പോഴും സ്വാർത്ഥത മനസ്സിലേക്ക് വരും. റമദാനൊരു വിശാലമായ മനസ്സ് കൊടുക്കുകയാണ്. എന്താ സ്വാർത്ഥത? ഇപ്പം നമ്മൾ ഈ കാണുന്ന അപകടങ്ങൾക്കൊക്കെ പിന്നെ എനിക്ക് സുഖിക്കണം, എനിക്ക് ജീവിക്കണം, എനിക്കും മറ്റുള്ളവരെ പോലെയാകണം, വേറെ ആരും എന്തായാലെങ്കിലും വേണ്ടിയില്ല, എനിക്ക് കിട്ടണം, എനിക്കില്ലാത്തത് വേറെ ആർക്കും കിട്ടണ്ട, ഞാനില്ലെങ്കിൽ പിന്നെ വേറെ ആരും വേണ്ട, അത് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ആരാണെങ്കിലും ശരി, അവരൊക്കെ കൊന്നിട്ടേ ഞാനും പോവുള്ളൂ. ഈ ഒരു മനസ്സ് ഇപ്പോൾ വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ വരുന്ന സിനിമകളും മറ്റൊക്കെ അത്തരം രംഗങ്ങൾ കണ്ട് നമ്മളെ കുട്ടികൾ വളർന്നു വരികയാണ്. രക്ഷിതാക്കൾക്ക് അവരുടെ നിയന്ത്രണത്തിൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് കുട്ടികൾ വരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തുകൊണ്ടും നോമ്പ് വളരെയധികം അത് പ്രസക്തമാണ്. ആ നോമ്പിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളോടും കൂടി അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അപ്പോൾ എനിക്ക് എൻ്റേത് എന്ന് പറഞ്ഞ പകരം അപ്പുറത്തേക്ക് എനിക്ക് കിട്ടിയില്ലെങ്കിലും വലിയ വേറൊരാൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കുന്നതിൽ സന്തോഷിക്കുക. ഒരാൾക്ക് സദക്ക, ദാനധർമ്മം ഒക്കെ റമദാനിൽ ആവശ്യമാണ്. ഇതൊക്കെ റമദാനിൽ പരിശീലിപ്പിക്കപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ, അയാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്നൊരു സന്തോഷം, അത് എല്ലാ സ്വാർത്ഥതകളെയും തച്ചുടക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം അപ്പോൾ ഇതൊക്കെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല ഒരു ഗ്രന്ഥമിറക്കി. ആ ഗ്രന്ഥം നല്ല വർത്തമാനങ്ങളാണ്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീന ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ. എന്താ ഖുർആന്? നമ്മൾ കുറേ ഭക്ഷണം കഴിക്കാതിരുന്നാൽ തടി കുറയും, തടി മെലിയ, അല്ലേ? ആ തടി മെലിച്ചിലല്ല, മറിച്ച് ഖുർആൻ പറയാണ് അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അള്ളാഹ് ഇറക്കിയ ഏറ്റവും നല്ല വർത്തമാനം മനുഷ്യനെ ആകെ സാധുവാക്കും. തലീന ജുലൂദുഹും, അവൻ്റെ തൊലി കട്ടി കുറയും, വഖുലൂബുഹും, ഹൃദയവും കട്ടി കുറയും. അങ്ങനെ ഒരു ലോലമായ മനസ്സിൻ്റെ ഉടമയാകും. മൊത്തത്തിലൊരു മനുഷ്യന് പാകപ്പെടും. നോമ്പിലൂടെ ഉണ്ടാകുന്നൊരവസ്ഥയാണ്. കാരണം അവൻ്റെ മനസ്സിനെയാണ് അത് സ്വാധീനിക്കുന്നത്. ഖുർആൻ കൈയൊഴിഞ്ഞൊരു സമൂഹം. ഖുർആൻ ഇറങ്ങിയത് ആരിലേക്കാ? ലഹരി കൊണ്ട് പൊറുതിമുട്ടിയ ഒരു നാട്, അല്ലേ? ലഹരി കൊണ്ട്
പൊറുതിമുട്ടിയൊരു നാട്ടിലേക്ക്, കൊലപാതകങ്ങൾ കൊണ്ട് ഇടങ്ങേറായൊരു നാട്ടിൽ എന്നും യുദ്ധമായിരുന്നു. എത്ര വിധവകളും അനാഥകളായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ. ലഹരിയും കൊലപാതകവും, അതുകൊണ്ട് ഇടങ്ങേറ്. ഇന്നത്തെ സമൂഹത്തിൻ്റെ വിഷയം എന്താ? ഇപ്പം എന്താ വിഷയം? ലഹരി, കൊലപാതകം, അല്ലേ? അന്നെന്തായിരുന്നു? ലഹരി, കൊലപാതകം. ആ ലഹരിയും കൊലപാതകവും നിറഞ്ഞു നിന്ന 6-ാം നൂറ്റാണ്ടിൽ ഖുർആൻ കൈകളിലേക്ക് എടുത്തപ്പം അതൊക്കെ കണ്ട് പോയി നല്ലവരായി. നമ്മൾ ഖുർആൻ എടുത്ത് വെച്ചപ്പം അത് രണ്ടും കെട്ട് വന്നു, ജാഹിലിയത്ത് തിരിച്ചു വന്നു. നമ്മൾ ഖുർആൻ എടുത്ത് വെച്ചപ്പം ഖുർആൻ ഇറങ്ങിയ കാലത്ത് ഉണ്ടായിരുന്ന 2 പ്രശ്നം എന്തായിരുന്നു? കൊലപാതകവും ലഹരിയും. ഖുർആൻ കൈകളിലേക്ക് എടുത്തപ്പം അത് മാറി, ശാന്തി ഉണ്ടായി, സമാധാനം ഉണ്ടായി, ഖൈറു ഉമ്മത്തായി, എല്ലാ നിലക്കും, അല്ലേ, ഒരു നല്ല നിർഭയത്തുള്ള സമൂഹമായിട്ട് മാറി. നമ്മൾ ഖുർആൻ എടുത്ത് വെച്ചപ്പം ഇത് രണ്ടും കടന്നു വന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസ. എല്ലാ നിലക്കും നമുക്ക് പരിശീലനം നൽകുക, ഒരു നല്ല മനുഷ്യനായി മാറാൻ. അങ്ങനെ കുറേ നല്ല മനുഷ്യർ, കുറേ നല്ല കുടുംബങ്ങൾ ഉണ്ടാകും. ആ നല്ല കുറേ കുടുംബങ്ങൾ നല്ല നാട്ടിലുണ്ടാകും. അമ്മാമൻ ത്വഗ, അതുകൊണ്ട് പരിധി ലംഘിച്ചാൽ, ഫആസറൽ ഹയാത്ത് ദുനിയ, ഈ ദുനിയാവിൻ്റെ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത് അതെന്നെയാണ് എന്ന് വിചാരിച്ച് ദുനിയാവ് മാത്രം തിരഞ്ഞെടുത്താൽ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വ, അവൻ്റെ സങ്കേതം നരക. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ട്, അതിനെക്കുറിച്ച് ഭയപ്പെട്ടു. വനഹൻ നഫ്സ അനിൽ ഹവാ, മനസ്സിൻ്റെ ഇച്ഛകളിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു. തിന്മയിലേക്ക് പോകും മനുഷ്യൻ്റെ മനസ്സ്, അതിൽ നിന്ന് ഇച്ഛകളിൽ നിന്ന് മനുഷ്യൻ്റെ മനസ്സിനെ തടഞ്ഞു. ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ, അവൻ്റെ സങ്കേതം സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമാണ്, ഒരു അവസരമാണ് ഈ റമദാനിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത്. പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാണ് നോമ്പ് തുടങ്ങുന്നത്? ഇൻഷാ അല്ലാഹ് ഇന്ന് ശഅബാൻ 28 റജബ് മാസം, റജബ് 29 മാസപ്പിറവി കാണാത്തത് കൊണ്ട് റജബ് 30 പൂർത്തിയാക്കിയിട്ടാണ് ശഅബാൻ തുടങ്ങിയത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു വിഷയത്തിനും നമുക്ക് പ്രമാണങ്ങളെ അംഗീകരിച്ച് പ്രമാണങ്ങളെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം, എങ്കിലേ അമൽ അള്ളാഹ് കബൂൽ ചെയ്യുള്ളൂ. റസൂലുള്ളാഹി പറഞ്ഞു, സൂമു ലി റുഅ്യതിഹി വ അഫ്തിറു ലി റുഅ്യതിഹി, നിങ്ങൾ ഹിലാൽ കണ്ടാൽ നോമ്പ് എടുക്കുക, ഹിലാൽ കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുക. ഫഇൻ ഗമ്മ അലൈക്കും, ഇനി അത് കാർമേഘം കൊണ്ട് മൂടിയാൽ ഫസൂമു 30 യൗമ. റസൂൽ പറയാണ് 30 പൂർത്തിയാക്കണം. ചക്രവാളത്തിൽ ഉണ്ടെങ്കിലും കാർമേഘം മൂടിയാൽ 30 തികക്കണം എന്നാണ് പറഞ്ഞത്. ഹദീസിലുള്ളത്. റസൂൽ പറയാണ്, കാർമേഘം കൊണ്ട് മൂടിയാലും സാധനം ചക്രവാളത്തിൽ ഉണ്ടാകും ചിലപ്പം, എന്നാലും 30 തികക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചക്രവാളത്തിൽ ഉണ്ട് എന്നത് നോമ്പ് ആരംഭിക്കാനുള്ള കാരണമാകുന്നില്ല, കാഴ്ച നിർബന്ധ. അപ്പോൾ ചില ആൾക്കാർ അന്ന് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ, കണക്കൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ എന്ന് പറയേണ്ട. കാരണം ഇത് നിങ്ങൾ കണ്ടാൽ നോമ്പ് നോൽക്കുക, കണ്ടാൽ നോമ്പ് കുറിക്കാമെന്ന് മാത്രമല്ല, ഹദീസ് വേറെയുണ്ട്. അത് ഹദീസ് നിദാന ശാസ്ത്രവും ഹദീസിലെ ശൈലികളും ഒക്കെ പഠിച്ച ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. നോൽക്കണമെന്ന് മാത്രമല്ല, ലാ തസൂമു ഹത്താ തറവുൽ ഹിലാല, ലാ തുഫ്തിറു വലാ തുഫ്തിറു ഹത്താ തറവുൽ ഹിലാല, ഹിലാൽ കാണുന്നത് വരെ നിങ്ങൾ നോമ്പ് നോൽക്കാൻ പാടില്ല, നോമ്പ് മുറിക്കാൻ പാടില്ല. അതുണ്ട്. ആ പ്രയോഗം എന്താണെന്നുള്ളത് കുറച്ചൊക്കെ ഗ്രന്ഥങ്ങൾ, പ്രമാണങ്ങൾ പഠിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകും. നോൽക്കണമെന്ന് മാത്രമല്ല, നോൽക്കാൻ പാടില്ല എന്നുകൂടി പറയാം. അപ്പം കാഴ്ച നിർബന്ധമാണ് എന്നാണ്. 3 നിലപാടുകളാണ് ഇതിലുള്ളത്. സാധാരണ ഈ മാസപ്പിറയുമായി ബന്ധപ്പെട്ട് 3 നിലപാടാണ്. ഒന്നാമത്തത്, ഹിലാലി ചക്രവാളത്തിൽ കാണേണ്ടതില്ല, കണക്ക് നോക്കിയിട്ട് മാസപ്പിറവി നിശ്ചയിക്കാം, കലണ്ടർ നോക്കിയാൽ മതി എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അതിന് പ്രമാണം തെളിവല്ല.
പ്രമാണത്തിൽ അങ്ങനെ കണക്ക് നോക്കാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ഇനി അങ്ങനെ സാധനം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് കണക്കടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞത്. കാരണം സാധനം അവിടെ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കണക്കടിസ്ഥാനത്തിൽ ഉണ്ട്. മേഘം കൊണ്ട് മൂടി, നിങ്ങൾ കണ്ടില്ല. സാധനം ഉണ്ട്, നിങ്ങൾ കണ്ടില്ല, എന്നാലും പറ്റൂലെന്നാ. കാണണം എന്ന് തന്നെ പറഞ്ഞത്. കണക്ക് പോരാന്ന് പ്രമാണം അതാ. അതൊരു ഹദീസ് 2 ഹദീസൊന്നും അല്ല. ഇതിനൊക്കെ നിഷേധിക്കുന്നവർക്ക് അത് പറയാൻ പറ്റുള്ളൂ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ നിഷേധിക്കുന്നവർക്കല്ലാതെ കണക്ക് മാത്രം നോക്കിയാൽ മതി എന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ ഒരു വീക്ഷണം, ഇതിൽ 3 സന്ദർഭങ്ങളിൽ മാത്രം നോക്കുന്ന ആൾക്കാരുണ്ട്. 3 സന്ദർഭങ്ങളിൽ മാത്രം കാഴ്ചയെ പരിഗണിക്കുക. റമദാനും ഷവ്വാലും പിന്നെ ദുൽഹജ്ജും. ഇതെന്താ പ്രശ്നം എന്നറിയോ? ഈ 3 സന്ദർഭത്തിൽ മാത്രം നോക്കിയാൽ ആശയക്കുഴപ്പമുണ്ടാവും. കാരണം അതിന് മുമ്പത്തെ അതല്ലാത്ത മാസങ്ങളിൽ കണ്ടിരുന്നോ, 29 കണ്ടോ, 30 പൂർത്തിയായതൊന്നും അറിയില്ല. അപ്പോൾ മൂന്നാമത്തെ വീക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മാസവും നോക്കുക എന്നുള്ളതാണ്. പ്രമാണത്തിനോട് യോജിക്കുന്ന കാര്യം അതാണ്. ഖുർആനിൽ അള്ളാഹ് പറഞ്ഞു യസ്അലൂനക അനിൽ അഹില്ല എന്നാണ്. ഹിലാൽ എന്നല്ല, അഹില്ല എന്നാണ്. ഒരു മാസം എന്നല്ല, മാസങ്ങൾ എന്നാണ് പറഞ്ഞത്. എല്ലാ മാസവും നോക്കുക. അപ്പോൾ എല്ലാ മാസവും നോക്കിയാൽ ഈ പ്രശ്നം തീരും. അപ്പോൾ എല്ലാ മാസവും നമ്മൾ നോക്കുന്നു. അതുകൊണ്ടാണ് റജബ് നോക്കിയത്. അവിടെ റജബ് 29 കണ്ടിട്ടില്ല, അതുകൊണ്ട് 30 പൂർത്തിയാക്കി. അപ്പോൾ ഇന്ന് 28, നാളെ 29. നാളെ 1 മണിക്കൂറിലധികം സമയമുണ്ട് കാണാൻ. അങ്ങനെ നാളെ നമ്മൾ കണ്ടാൽ ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച റമദാൻ 1 ആ കാര്യം പ്രത്യേകം എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാവുക. ഏതായിരുന്നാലും മാസപ്പിറവി കാണുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖ് ലിമാ യുഹിബ്ബു റബ്ബുനാ വയർലാ റബ്ബുനാ വറബ്ബുക്കല്ലാഹ്. പ്രാർത്ഥിക്കുക, അള്ളാഹു ഈ മാസത്തെ ഞങ്ങൾക്ക് ഇനി തുടക്കം കുറിക്കുന്നത് നിർഭയത്വവും വിശ്വാസവും സമാധാനവും ഇസ്ലാമും തൗഫീഖും ഇതെല്ലാം കൊണ്ടാകണമേ എന്ന മാസപ്പിറവി കാണുമ്പോഴുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അത് അർത്ഥവത്താകുന്ന രൂപത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ഒരേ ദിവസം നോമ്പനുഷ്ഠിക്കാനും അതുപോലെ തന്നെ പെരുന്നാൾ ആഘോഷിക്കാനൊക്കെ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനിലേക്ക് ആരോഗ്യത്തോടു കൂടി അള്ളാഹു നമുക്ക് ആയുസ്സിനെ നീട്ടിയിട്ട് തരുമാറാവട്ടെ. റമദാനിൻ്റെ ദിനരാത്രങ്ങളെ ആത്മാർത്ഥമായി നിയ്യത്ത് ശരിയാക്കി ഇഖ്ലാസോടുകൂടി ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി ധന്യമാക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു മുഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ ആതിഖ് റിഖാബനാ മിനൻ നാർ, അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വ മർളൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ ഇർഹം മൗതാനാ വ മൗതൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക വഅദാഅ الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.